വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പേസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കാം കേട്ടോ. PSC പരീക്ഷകളിൽ എപ്പോഴും ചോദിക്കുന്ന ഓരോ ഭാഗങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ്. അതുപോലെ തന്നെ 2025, 2024 പ്രധാനമായും നടന്ന സംഭവങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയ CRT ക്ലാസ്സുകൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ സിലബസ് വൈസ് ആയിട്ടും ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ ഏജൻസി ISRO വിക്ഷേപിച്ച സൂര്യനെ പറ്റി പഠിക്കാനുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യം ഏതാണ്? ISRO വിക്ഷേപിച്ച സൂര്യനെ പറ്റി പഠിക്കാനുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? പ്രോബ3 ആണ് സൂര്യനെ പറ്റി പഠിക്കുവാനായിട്ട് യൂറോപ്യൻ സ്പേസ് ഏജൻസി ഏൽപ്പിച്ച ദൗത്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, 2024 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയ മിഷേൽ ബാഷ്ലെറ്റ് ഏത് രാജ്യത്തിൻ്റെ മുൻ പ്രസിഡൻ്റാണ്? അപ്പോൾ നമുക്ക് 2 ക്വസ്റ്റ്യൻ കിട്ടും. 2024 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയതാരാണ്? മിഷേൽ ബാഷ്ലെറ്റ് ആണ്. ഏത് രാജ്യമാണ്? ചിലിയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജ്യത്ത് ആദ്യമായി സർക്കുലർ എക്കോണമി നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? രാജ്യത്ത് ആദ്യമായി സർക്കുലർ എക്കോണമി നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? കർണാടക. പലസ്തീൻ വിഷയത്തിൽ സമാധാനപരമായ ഒത്തുതീർപ്പുണ്ടാക്കണമെന്ന പ്രമേയം 2024 ഡിസംബറിൽ UN ജനറൽ അസംബ്ലിയിൽ അവതരിപ്പിച്ച രാജ്യം ഏതാണ്? പലസ്തീൻ വിഷയത്തിൽ സമാധാനപരമായ ഒത്തുതീർപ്പുണ്ടാക്കണമെന്ന പ്രമേയം 2024 ഡിസംബറിൽ UN ജനറൽ അസംബ്ലിയിൽ അവതരിപ്പിച്ച രാജ്യം ഏതാണ്? സെനഗൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 നവംബറിൽ തമിഴ്നാട്ടിൽ വ്യാപക നാശനഷ്ടം വിതച്ച ചുഴലിക്കാറ്റ് ഏതാണ്? 2024 നവംബറിൽ തമിഴ്നാട്ടിൽ വ്യാപക നാശനഷ്ടം വിതച്ച ചുഴലിക്കാറ്റിൻ്റെ പേരെന്താണ്? ഫെങ്കൽ. 2024 നവംബറിൽ തമിഴ്നാട്ടിൽ വ്യാപക നാശനഷ്ടം വിതച്ച ചുഴലിക്കാറ്റാണ് ഫെങ്കൽ. ശ്രീനാരായണ ഗുരു വിളിച്ചു ചേർത്ത പ്രഥമ സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദിയാഘോഷത്തോടനുബന്ധിച്ച സർവമത സമ്മേളനം നടത്തിയത് എവിടെയാണ്? ശ്രീനാരായണ ഗുരു വിളിച്ചു ചേർത്ത പ്രഥമ സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച സർവമത സമ്മേളനം നടത്തിയത് എവിടെയാണ്? വത്തിക്കാൻ. ഏത് നേതാവിൻ്റെ ചിത്രമാണ് ബംഗ്ലാദേശിൻ്റെ കറൻസി നോട്ടിൽ നിന്നും ഒഴിവാക്കിയത്? ഏത് നേതാവിൻ്റെ ചിത്രമാണ് ബംഗ്ലാദേശിൻ്റെ കറൻസി നോട്ടിൽ നിന്നും ഒഴിവാക്കിയത്? ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ ചിത്രം ഒഴിവാക്കി. നെക്സ്റ്റ്, അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പുതിയ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ്? അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പുതിയ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ്? ജയ്ഷാ. കേരളത്തിലെ ഏത് ക്ഷേമനിധി ബോർഡിൻ്റെ സേവനങ്ങൾക്കായി നിയോഗിക്കപ്പെട്ട AI റിസപ്ഷനിസ്റ്റാണ് കെല്ലി എന്ന് പറയുന്നത്? കേരളത്തിലെ ഏത് ക്ഷേമനിധി ബോർഡിൻ്റെ സേവനങ്ങൾക്കായി നിയോഗിക്കപ്പെട്ട AI റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്ന കെല്ലി എന്ന് പറയുന്നത് ഏത് ക്ഷേമനിധി ബോർഡിനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്. സിംഗപ്പൂരിൽ നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായി ലോക ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന റെക്കോർഡിനുടമയായ ഇന്ത്യക്കാരൻ ആരാണ്? സിംഗപ്പൂരിൽ നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായി ലോക ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന റെക്കോർഡിനുടമയായ ഇന്ത്യക്കാരൻ ആരാണ്? ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്തിലാണ്? ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ ആരാണ്? ഡി ഗുഗേഷ്. 2023 JC ഡാനിയൽ പുരസ്കാരം നേടിയതാരാണ്? 2023 JC ഡാനിയൽ പുരസ്കാരം നേടിയതാരാണ്? ഷാജി എൻ കരുൺ. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പുതിയ ഇഞ്ചി ഇനം ഏതാണ്? ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പുതിയ ഇഞ്ചി ഇനം ഏതാണ്? സുരസ. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പുതിയ ഇഞ്ചി ഇനമാണ് സുരസ. 2030 ഫുട്ബോൾ ലോകകപ്പിന് സംയുക്തമായി ആതിഥ്യം വഹിക്കുന്ന രാജ്യങ്ങളേവ? 2030 ഫുട്ബോൾ ലോകകപ്പിന് സംയുക്തമായി ആതിഥ്യം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? സ്പെയിൻ, പോർച്ചുഗൽ, മൊറോക്കോ.
നെക്സ്റ്റ് 2034 ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്ന ഏഷ്യൻ രാജ്യം ഏതാണ്? 2034 ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്ന ഏഷ്യൻ രാജ്യം ഏതാണ്? സൗദി അറേബ്യ. സൗദി അറേബ്യയിലാണ് 2034 ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്ന ഏഷ്യൻ രാജ്യം ഏതാണ്? സൗദി അറേബ്യ. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ 26ാമത്തെ ഗവർണറായി നിയമിതനായത് ആരാണ്? ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ 26ാമത്തെ ഗവർണറായി നിയമിതനായത് ആരാണ്? സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്ര. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ലഭിച്ച പുതിയ ലൊക്കേഷൻ കോഡ് ഏതാണ്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ലഭിച്ച പുതിയ ലൊക്കേഷൻ കോഡ് ഏതാണ്? INTR V01. INTR 01. INTR V01. നെക്സ്റ്റ്, മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള 2024 ഫിഫ പുരസ്കാരം നേടിയത് ആരാണ്? മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള 2024 ഫിഫ പുരസ്കാരം നേടിയത് ആരാണ്? എയ്റ്റാന ബോൺമാറ്റി. മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള 2024 ഫിഫ പുരസ്കാരം നേടിയത് ആരാണ്? എയ്റ്റാന ബോൺമാറ്റി. പിങ്കളകേശിനി എന്ന കവിതാ സമാഹാരത്തിന് 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ മലയാളം എഴുത്തുകാരൻ ആരാണ്? അപ്പോൾ 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? കെ ജയകുമാറിനാണ്. അതൊരു ക്വസ്റ്റ്യൻ ആണ്. അദ്ദേഹത്തിൻ്റെ ഏത് കവിതാ സമാഹാരമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? പിങ്കളകേശിനിയാണ്. പിങ്കളകേശിനിക്കാണ് 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. എഴുതിയത് ആരാണ്? കെ ജയകുമാർ. ഇന്ത്യയിലെ ആദ്യത്തെ 24/7 ഓൺലൈൻ കോടതി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ 24/7 ഓൺലൈൻ കോടതി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? കൊല്ലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ 24/7 ഓൺലൈൻ കോടതി പ്രവർത്തനം ആരംഭിച്ചത്. നെക്സ്റ്റ്, 2024 വിശ്വസുന്ദരി പട്ടം നേടിയ ഡെൻമാർക്കുകാരി ആരാണ്? 2024 വിശ്വസുന്ദരി പട്ടം നേടിയ ഡെൻമാർക്കുകാരി ആരാണ്? വിക്ടോറിയ കാജർ തിൽവിഗിനാണ് 2024 വിശ്വസുന്ദരി പട്ടം നേടിയ ഡെൻമാർക്കുകാരി ആരാണ്? വിക്ടോറിയ കാജർ തിൽവിഗ്. നെക്സ്റ്റ്, G20 കൂട്ടായ്മയുടെ 19ാമത് ഉച്ചകോടിക്ക് 2024 നവംബറിൽ വേദിയായ നഗരം ഏതാണ്? G20 കൂട്ടായ്മയുടെ 19ാമത് ഉച്ചകോടിക്ക് 2024 നവംബറിൽ വേദിയായ നഗരം ഏതാണ്? ബ്രസീലിലെ റിയോ ഡി ജനീറോ. G20 കൂട്ടായ്മയുടെ 19ാമത് ഉച്ചകോടിക്ക് 2024 നവംബറിൽ വേദിയായ നഗരം ഏതാണ്? ബ്രസീലിലെ റിയോ ഡി ജനീറോ. നെക്സ്റ്റ്, 2024 ലോക പ്രമേഹ ദിനത്തിൻ്റെ സന്ദേശം എന്താണ്? 2024 ലോക പ്രമേഹ ദിനത്തിൻ്റെ സന്ദേശം എന്താണ്? ബ്രേക്കിംഗ് ബാരിയേഴ്സ്, ബ്രീഡിംഗ് ഗ്യാപ്സ്. എന്താണ് പറയുന്നത്? ബ്രിഡ്ജിങ് ഗ്യാപ്സ് കേട്ടോ. ബ്രേക്കിംഗ് ബാരിയേഴ്സ്, ബ്രിഡ്ജിങ് ഗ്യാപ്സ്. 2024 ലോക പ്രമേഹ ദിനത്തിൻ്റെ സന്ദേശം എന്താണ്? ബ്രേക്കിംഗ് ബാരിയേഴ്സ്, ബ്രിഡ്ജിങ് ഗ്യാപ്സ്. 2024 നവംബറിൽ ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അതായത് CAG എന്ന് പറയുന്നതിന് ചുമതലയേറ്റത് ആരാണ്? കെ സഞ്ജയ് മൂർത്തിയാണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അതായത് CAG എന്ന് പറയുന്നതിന് ചുമതലയേറ്റത് ആരാണ്? കെ സഞ്ജയ് മൂർത്തിയാണ്. 2024 നവംബറിലായിരുന്നു. നെക്സ്റ്റ്, മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച മറൈൻ സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും മികച്ച മറൈൻ സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? കേരളമാണ് മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും മികച്ച മറൈൻ സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ ജില്ലയ്ക്കുള്ള പുരസ്കാരം നേടിയത് ഏത് ജില്ലയാണ്? രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ ജില്ലയ്ക്കുള്ള പുരസ്കാരം നേടിയ ജില്ല ഏതാണ്? കൊല്ലമാണ് രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ ജില്ലയ്ക്കുള്ള പുരസ്കാരം നേടിയത്. നെക്സ്റ്റ്, മികച്ച ഉൾനാടൻ മത്സ്യബന്ധന സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ഏതാണ്? മികച്ച ഉൾനാടൻ മത്സ്യബന്ധന സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ഏതാണ്? തെലങ്കാന. മികച്ച ഉൾനാടൻ മത്സ്യബന്ധന സംസ്ഥാനം ഏതാണ്? തെലങ്കാന. മികച്ച ഉൾനാടൻ മത്സ്യബന്ധന സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ഏതാണ്? തെലങ്കാന. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷനായി 2025 ജനുവരിയിൽ നിയമിതനായത് ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷനായി 2025 ജനുവരിയിൽ നിയമിതനായത് ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷൻ. 2025 നിയമിതനായത്. നെക്സ്റ്റ്, ഐക്യരാഷ്ട്രസഭയുടെ
ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിൽ UNIJC അധ്യക്ഷനായി നിയമിതനായ ഇന്ത്യക്കാരൻ ആരാണ്? ഐക്യരാഷ്ട്രസഭയുടെ ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിലിന്റെ UNIJC അധ്യക്ഷനായി നിയമിതനായ ഇന്ത്യക്കാരൻ ആരാണ്? ജസ്റ്റിസ് മദൻ ബി ലോക്കൂർ. എന്താണ്? ജസ്റ്റിസ് മദൻ ബി ലോക്കൂർ. 2024 ഡിസംബറിൽ USA ദേശീയ പക്ഷിയായി അംഗീകാരം ലഭിച്ചത് ആർക്കാണ്? ഏത് പക്ഷിക്കാണ്? 2024 ഡിസംബറിൽ USA ദേശീയ പക്ഷി അംഗീകാരം ലഭിച്ചത് ബാൾഡ് ഈഗിൾ. നെക്സ്റ്റ്, UN ജനറൽ അസംബ്ലി ലോക ധ്യാന ദിനമായി തിരഞ്ഞെടുത്ത ദിവസം ഏതാണ്? UN ജനറൽ അസംബ്ലി ലോക ധ്യാന ദിനമായി തിരഞ്ഞെടുത്ത ദിവസം ഏതാണ്? ഡിസംബർ 21. നെക്സ്റ്റ്, 2024 ഡിസംബർ 25 അന്തരിച്ച പ്രമുഖ മലയാള സാഹിത്യകാരൻ ആരാണ്? 2024 ഡിസംബർ 25 അന്തരിച്ച പ്രമുഖ മലയാള സാഹിത്യകാരൻ ആരാണ്? MT വാസുദേവൻ നായർ. എന്നാണ് അന്തരിക്കുന്നത് 2024 ഡിസംബർ 25. 2025 ഡിസംബർ 25 അന്തരിച്ച ഒസാമു സുസുക്കി ഇന്ത്യയിൽ വൻ പ്രചാരം നേടിയ ഏത് കാറുകളുടെ ശില്പിയാണ്? അപ്പോൾ അതേ ദിവസം 2025 ഡിസംബർ 25 അന്തരിച്ച ഒസാമു സുസുക്കി ഇന്ത്യയിൽ വൻ പ്രചാരം നേടിയ ഏത് കാറുകളുടെ ശില്പിയാണ്? മാരുതി 800 കാറിൻ്റെ ശില്പിയാണ് ആരെന്ന് പറയുന്നത്? ഒസാമു സുസുക്കി. അന്തരിക്കുന്നത് 2025 ഡിസംബർ 25. നെക്സ്റ്റ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത പുരസ്കാരമായ ദ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ സമ്മാനിച്ച രാജ്യം ഏതാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത പുരസ്കാരമായ ദ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ സമ്മാനിച്ച രാജ്യം ഏതാണ്? കുവൈത്താണ്ടോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത പുരസ്കാരമായ ദ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ സമ്മാനിച്ച രാജ്യം ഏതാണ്? കുവൈത്ത്. കേരളത്തിൻ്റെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഏത് സംസ്ഥാനത്തിൻ്റെ പുതിയ ഗവർണറായാണ് നിയമിച്ചത്? അപ്പോൾ കേരളത്തിൻ്റെ മുൻ ഗവർണറാണല്ലേ ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹത്തെ ഏത് സംസ്ഥാനത്തിൻ്റെ പുതിയ ഗവർണറായിട്ടാണ് നിയമിച്ചത്? ബീഹാറിൻ്റെ. ഏഷ്യ കപ്പ് അണ്ടർ-19 വനിതാ ക്രിക്കറ്റിൽ ജേതാക്കളായത് ആരാണ്? ഏഷ്യ കപ്പ് അണ്ടർ-19 വനിതാ ക്രിക്കറ്റിൽ ജേതാക്കളായത് ആരാണ്? ഇന്ത്യയാണ്. ഏഷ്യ കപ്പ് അണ്ടർ-19 വനിതാ ക്രിക്കറ്റിൽ ജേതാക്കളായത് ആരാണ്? ഇന്ത്യയാണ്. 2025 ജനുവരി 20 അധികാരമേറ്റ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റാണ്? അപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ആരാണ്? ഡൊണാൾഡ് ട്രംപ് ആണ്. അദ്ദേഹം എത്രാമത്തെ പ്രസിഡന്റാണ്? 47ാമത്തെ പ്രസിഡന്റാണ്. 47ാമത്തെ പ്രസിഡന്റ് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. 2025 ജനുവരി 20 അധികാരമേറ്റത്. 2024 ഓടക്കുഴൽ പുരസ്കാരം നേടിയതാരാണ്? 2024 ഓടക്കുഴൽ പുരസ്കാരം നേടിയതാരാണ്? കെ അരവിന്ദാക്ഷനാണ്. 2024 ഓടക്കുഴൽ പുരസ്കാരം നേടിയതാരാണ്? കെ അരവിന്ദാക്ഷൻ. പഠിച്ചിരിക്കാട്ടോ. 2024 ഓടക്കുഴൽ പുരസ്കാരം നേടിയതാരാണ്? കെ അരവിന്ദാക്ഷൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2021 മുതൽ 2025 വരെയുള്ള പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ മാത്രം ആർക്കൊക്കെയാണ് കിട്ടിയതെന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. അപ്പോൾ തീവ്രമായ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പുകൾ ജനങ്ങളെ അറിയിക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സംവിധാനം ഏതാണ്? തീവ്രമായ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പുകൾ ജനങ്ങളെ അറിയിക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സംവിധാനം ഏതാണ്? കവചം എന്ന് പറയുന്നതാണ് തീവ്രമായ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പുകൾ ജനങ്ങളെ അറിയിക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സംവിധാനം. 38ാമത് ദേശീയ ഗെയിംസിലെ വേദിയായ സംസ്ഥാനം ഏതാണ്? നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻ ചെയ്തപ്പോൾ കണ്ട ക്വസ്റ്റ്യൻസ് ആണല്ലേ. 2025 ചോദിച്ച ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കലാ, കായികം, സാഹിത്യം ആ ഒരു ഭാഗത്തിൽ ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ ഇത്. 38ാമത്തെ ദേശീയ ഗെയിംസിന് വേദിയായ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. കഴിഞ്ഞ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സംസ്ഥാനത്തിനുള്ളിൽ എത്ര രൂപയിലധികം വിലയുള്ള സ്വർണവും രത്നങ്ങളും കൊണ്ടുപോകാനാണ് ഇ-വേ ബില്ല് നിർബന്ധമാക്കിയത്? അപ്പോൾ ഇ-വേ ബില്ല് എന്ന് വെച്ചാൽ സംസ്ഥാനത്തിനുള്ളിൽ നിന്ന് 10 ലക്ഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ വിലയുള്ള സ്വർണവും രത്നങ്ങളും കൊണ്ടുപോകാനാണ്
വേ ബിൽ നിർബന്ധമാക്കിയത്. 10 ലക്ഷമോ അതിൽ കൂടുതലോ ഉള്ള സ്വർണമോ രത്നങ്ങൾ കൊണ്ടുപോകുന്നതിനാണ് ഈ വേ ബിൽ നിർബന്ധമാക്കിയത്. 2025 പത്മവിഭൂഷൺ ലഭിച്ച മലയാള എഴുത്തുകാരൻ ആരാണ്? 2025 പത്മവിഭൂഷൺ ലഭിച്ചത് ആർക്കാണ്? MT വാസുദേവൻ നായർക്കാണ് 2025 പത്മവിഭൂഷൺ ലഭിച്ചത്. മലയാളം എഴുത്തുകാരൻ ചോദിക്കുകയാണെങ്കിൽ MT വാസുദേവൻ നായരാണ്. നെക്സ്റ്റ്, 2025 പ്രഖ്യാപിച്ച പത്മഭൂഷൺ ജേതാക്കളിൽ ഉൾപ്പെടുന്ന കേരളീയർ ആരെല്ലാമാണ്? 2025 പ്രഖ്യാപിച്ച പത്മഭൂഷൺ ജേതാക്കളിൽ ഉൾപ്പെടുന്ന കേരളീയർ ആരെല്ലാമാണ്? PR ശ്രീജേഷ്, ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം, ശോഭന. PR ശ്രീജേഷ്, ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം, ശോഭന. 2025 പ്രഖ്യാപിച്ച പത്മഭൂഷൺ ജേതാക്കളിൽ ഉൾപ്പെടുന്ന കേരളീയർ ആരൊക്കെയാണ്? PR ശ്രീജേഷ്, ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം, ശോഭന. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ വനിതാ വിഭാഗത്തിലെ നേതാവ് ആരാണ്? 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ വനിതാ വിഭാഗത്തിലെ ജേതാവ് ആരാണ്? മാഡിസൺ കീസ് ആണ് 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ വനിതാ വിഭാഗത്തിലെ ജേതാവ് ആരാണ്? മാഡിസൺ കീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ഡിസംബറിൽ 100ാമത്തെ വയസ്സിൽ അന്തരിച്ച അമേരിക്കയുടെ 39ാമത്തെ പ്രസിഡന്റ് ആരാണ്? 2024 ഡിസംബറിൽ 100ാമത്തെ വയസ്സിൽ അന്തരിച്ച അമേരിക്കയുടെ 39ാമത്തെ പ്രസിഡന്റ് ആരാണ്? ജിമ്മി കാർട്ടർ. 2025 ജനുവരിയിൽ മുംബൈയിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ലോകത്തെ ഏറ്റവും വലിയ മിസൈൽ വേദ കപ്പൽ ഏതാണ്? 2025 ജനുവരിയിൽ മുംബൈയിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ മിസൈൽ വേദ കപ്പൽ ഏതാണ്? INS സൂറത്ത്. 2025 ജനുവരിയിൽ മുംബൈയിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ലോകത്തെ ഏറ്റവും വലിയ മിസൈൽ വേദ കപ്പലാണ് INS സൂറത്ത്. നെക്സ്റ്റ്, ഫ്രഞ്ച് സഹകരണത്തോടെ നിർമ്മിച്ച ഇന്ത്യയുടെ മുങ്ങിക്കപ്പൽ ഏതാണ്? ഫ്രഞ്ച് സഹകരണത്തോടെ നിർമ്മിച്ച ഇന്ത്യയുടെ മുങ്ങിക്കപ്പൽ ഏതാണ്? INS വാഗ്ഷീർ ആണ് ഫ്രഞ്ച് സഹകരണത്തോടെ നിർമ്മിച്ച ഇന്ത്യയുടെ മുങ്ങിക്കപ്പൽ ഏതാണ്? INS വാഗ്ഷീർ. 2025 ജനുവരി 16 ISRO വിജയകരമായി പരീക്ഷിച്ച 2 കൃത്രിമ ഉപഗ്രഹങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? 2025 ജനുവരി 16 ISRO വിജയകരമായി പരീക്ഷിച്ച 2 കൃത്രിമ ഉപഗ്രഹങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? സ്പേസ് ഡോക്കിംഗ്. 2025 ജനുവരി 16 ISRO വിജയകരമായി പരീക്ഷിച്ച 2 കൃത്രിമ ഉപഗ്രഹങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? സ്പേസ് ഡോക്കിംഗ്. നെക്സ്റ്റ്, ISROയുടെ സ്പേസ് ഡോക്കിങ്ങിന് ഉപയോഗിച്ച ഉപഗ്രഹങ്ങൾ ഏതെല്ലാമാണ്? ISROയുടെ സ്പേസ് ഡോക്കിങ്ങിന് ഉപയോഗിച്ച ഉപഗ്രഹങ്ങൾ ഏതെല്ലാമാണ്? ചേസർ SDX-1, ടാർഗറ്റ് SDX-2. ചേസർ ആണ്. ചേസർ SDX-1ഉം ടാർഗറ്റ് SDX-02 ആണ് ISROയുടെ സ്പേസ് ഡോക്കിങ്ങിന് ഉപയോഗിച്ച 2 ഉപഗ്രഹങ്ങൾ. 2025 ജനുവരിയിൽ നിലവിൽ വന്ന നാഷണൽ ടെർമറിക് ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? 2025 ജനുവരിയിൽ നിലവിൽ വന്ന നാഷണൽ ടെർമറിക് ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തെലങ്കാനയിലെ നിസാമാബാദ് ആണ്. 2025 ജനുവരിയിൽ നിലവിൽ വന്ന നാഷണൽ ടെർമറിക് ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തെലങ്കാനയിലെ നിസാമാബാദ് ആണ്. നെക്സ്റ്റ്, കേരള കലാമണ്ഡലത്തിൽ നൃത്താധ്യാപകനായി നിയമനം ലഭിച്ച ആദ്യത്തെ മലയാളി നർത്തകനാരാണ്? കേരള കലാമണ്ഡലത്തിൽ നൃത്താധ്യാപകനായി നിയമനം ലഭിച്ച ആദ്യത്തെ മലയാളി നർത്തകനാരാണ്? ആരാണ്? RLV രാമകൃഷ്ണൻ. 144 വർഷങ്ങൾക്കു ശേഷം 2025 മഹാകുംഭമേള നടന്നിട്ടുണ്ടായിരുന്നു. എവിടെയാണ്? പ്രയാഗ്രാജിലാണ്. 144 വർഷങ്ങൾക്കു ശേഷം 2025 മഹാകുംഭമേള നടന്നത് എവിടെയാണ്? പ്രയാഗ്രാജിലാണ്. നെക്സ്റ്റ്, ഇന്ത്യയുടെ 75ാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ മുഖ്യ അതിഥി ആരായിരുന്നു? ഇന്ത്യയുടെ 75ാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ മുഖ്യ അതിഥി ആരായിരുന്നു? പ്രഭാവോ സുബിയാന്തോ. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആണ്. ഇന്ത്യയുടെ 75ാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ മുഖ്യ അതിഥി ആരാണ്? പ്രഭാവോ സുബിയാന്തോ, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആണ്. ഇന്ത്യയിലെ ഏത് വകുപ്പാണ് രൂപവൽക്കരണത്തിൻ്റെ 150ാം വാർഷികം 2025 ജനുവരിയിൽ ആചരിച്ചത്? ഇന്ത്യയിൽ ഏത് വകുപ്പാണ് രൂപവൽക്കരണത്തിൻ്റെ 150ാം വാർഷികം 2025 ജനുവരിയിൽ ആചരിച്ചത്? കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്.
2025 ബ്രിക്സ് സംഘടനയിൽ പൂർണ്ണ അംഗത്വം നേടിയ ഏഷ്യൻ രാജ്യം ഏതാണ്? 2025 ബ്രിക്സ് സംഘടനയിൽ പൂർണ്ണ അംഗത്വം നേടിയ ഏഷ്യൻ രാജ്യം ഏതാണ്? ഇന്തോനേഷ്യ. 2025 ബ്രിക്സ് സംഘടനയിൽ പൂർണ്ണ അംഗത്വം നേടിയ ഏഷ്യൻ രാജ്യം ഏതാണ്? ഇന്തോനേഷ്യ. ബ്രിക്സ് കൂട്ടായ്മയിലെ ഇപ്പോഴത്തെ അംഗസംഖ്യ എത്രയാണ്? ബ്രിക്സ് കൂട്ടായ്മയിൽ ഇപ്പോഴത്തെ അംഗസംഖ്യ 10 ആണ് കേട്ടോ. ബ്രിക്സ് കൂട്ടായ്മയിലെ ഇപ്പോഴത്തെ അംഗസംഖ്യ 10 ആണ്. ISROയുടെ പുതിയ ചെയർമാനായി 2025 ജനുവരിയിൽ നിയമിതനായത് ആരാണ്? വി നാരായണനാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ISROയുടെ പുതിയ ചെയർമാനായി 2025 ജനുവരിയിൽ നിയമിതനായത് ആരാണ്? വി നാരായണൻ. 2025 പ്രവാസി ഭാരതീയ പുരസ്കാരത്തിന് അർഹനായ മലയാളി വ്യവസായി ആരാണ്? 2025 പ്രവാസി ഭാരതീയ പുരസ്കാരത്തിന് അർഹനായ മലയാളി വ്യവസായി ആരാണ്? രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യറാണ്. 2025 പ്രവാസി ഭാരതീയ പുരസ്കാരത്തിന് അർഹനായ മലയാളി വ്യവസായിയാണ് രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷം നടന്ന നഗരം ഏതാണ്? 18ാമത്തെ പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷം നടന്ന നഗരം ഏതാണ്? ഭുവനേശ്വർ. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷം നടന്ന നഗരം ഏതാണ്? ഭുവനേശ്വർ. ഗോത്രവർഗ നേതാവ് ബിർസ മുണ്ടയുടെ 150ാം ജന്മവാർഷികത്തിൽ ഉദ്ഘാടനം ചെയ്ത കർമ്മ പദ്ധതി ഏതാണ്? ഗോത്രവർഗ നേതാവ് ബിർസ മുണ്ടയുടെ 150ാം ജന്മവാർഷികത്തിൽ ഉദ്ഘാടനം ചെയ്ത കർമ്മ പദ്ധതി ഏതാണ്? പഞ്ചായത്ത് സേ പാർലമെന്റ് 2.0. ഗോത്രവർഗ നേതാവ് ബിർസ മുണ്ടയുടെ 150ാം ജന്മവാർഷികത്തിൽ ഉദ്ഘാടനം ചെയ്ത കർമ്മ പദ്ധതി ഏതാണ്? പഞ്ചായത്ത് സേ പാർലമെന്റ് 2.0. 2025 ജനുവരിയിൽ പദവി രാജിവെച്ചൊഴിഞ്ഞ കനേഡിയൻ പ്രധാനമന്ത്രി ആരാണ്? 2025 ജനുവരിയിൽ പദവി രാജിവെച്ചൊഴിഞ്ഞ കനേഡിയൻ പ്രധാനമന്ത്രി ആരാണ്? ജസ്റ്റിൻ ട്രൂഡോ. 2025 ജനുവരിയിൽ പദവി രാജിവെച്ചൊഴിഞ്ഞ കനേഡിയൻ പ്രധാനമന്ത്രി ആരാണ്? ജസ്റ്റിൻ ട്രൂഡോ. UNEPയുടെ 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ആരാണ്? UNEPയുടെ 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ആരാണ്? മാധവ് ഗാഡ്ഗിൽ. UNEPയുടെ 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ആരാണ്? മാധവ് ഗാഡ്ഗിൽ. തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്ത് ഏത് ജില്ലയിലാണ്? തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്ത് ഏത് ജില്ലയിലാണ്? ഇടുക്കിയിലാണ്. തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്ത് ഇടുക്കിയിലാണ്. 2025 പ്രഖ്യാപിക്കപ്പെട്ട രാജ്യത്തെ പരമോന്നത കായിക ബഹുമതിയായ ധ്യാൻ ചന്ദ് ഖേൽരത്ന പുരസ്കാരത്തിന് അർഹരായവർ ആരെല്ലാമാണ്? 2025 പ്രഖ്യാപിക്കപ്പെട്ട രാജ്യത്തെ പരമോന്നത കായിക ബഹുമതിയായ ധ്യാൻ ചന്ദ് ഖേൽരത്ന പുരസ്കാരത്തിന് അർഹരായവർ ആരെല്ലാമാണ്? മനു ഭാക്കർ ഷൂട്ടിങ്ങിന്, ഡി ഗുഗേഷ് ചെസ്, ഹർമൻപ്രീത് സിംഗ് ഹോക്കി, പ്രവീൺ കുമാർ പാര അത്ലറ്റ്. പഠിച്ചു വെക്കാം കേട്ടോ. മനു ഭാക്കർ ഷൂട്ടിംഗ്, ഡി ഗുഗേഷ് ചെസ്, ഹർമൻപ്രീത് സിംഗ് ഹോക്കി, പ്രവീൺ കുമാർ പാര അത്ലറ്റ്. മനു ഭാക്കർ ഷൂട്ടിംഗ്, ഡി ഗുഗേഷ് ചെസ്, ഹർമൻപ്രീത് സിംഗ് ഹോക്കി, പ്രവീൺ കുമാർ പാര അത്ലറ്റ്. നെക്സ്റ്റ്, സമഗ്ര സംഭാവനയ്ക്കുള്ള ദ്രോണാചാര്യ പുരസ്കാരം നേടിയ മലയാളിയായ ബാഡ്മിൻ്റൺ പരിശീലകൻ ആരാണ്? എൽ മുരളീധരൻ ബാഡ്മിൻ്റൺ പരിശീലകനാണെന്ന് പഠിച്ചിരിക്കുക. സമഗ്ര സംഭാവനയ്ക്കുള്ള ദ്രോണാചാര്യ പുരസ്കാരം നേടിയ മലയാളിയാണ് ആര്? എൽ മുരളീധരൻ. സമഗ്ര സംഭാവനയ്ക്കുള്ള ദ്രോണാചാര്യ പുരസ്കാരം നേടിയ മലയാളിയായ ബാഡ്മിൻ്റൺ പരിശീലകനാണ് എൽ മുരളീധരൻ. 2025 അർജുന അവാർഡ് നേടിയ മലയാളി നീന്തൽ താരം ആരാണ്? 2025 അർജുന അവാർഡ് നേടിയ മലയാളി നീന്തൽ താരം ആരാണ്? സാജൻ പ്രകാശാണ് 2025 അർജുന അവാർഡ് നേടിയ മലയാളി നീന്തൽ താരം. സാജൻ പ്രകാശ്. 2025 അർജുന അവാർഡ് നേടിയ മലയാളി നീന്തൽ താരം സാജൻ പ്രകാശ്. നെക്സ്റ്റ്, ഇന്ത്യയുടെ ആദ്യത്തെ സംവിധാനമുള്ള യുദ്ധക്കപ്പലായി അറിയപ്പെടുന്നത് ഏതാണ്? INS സൂറത്താണ് ഇന്ത്യയുടെ ആദ്യത്തെ സംവിധാനമുള്ള യുദ്ധക്കപ്പലായി അറിയപ്പെടുന്നത്. INS സൂറത്താണ് ഇന്ത്യയുടെ ആദ്യത്തെ സംവിധാനമുള്ള യുദ്ധക്കപ്പലായി അറിയപ്പെടുന്നത്. INS സൂറത്ത്. കുട്ടികളുടെ 31ാമത് ദേശീയ ശാസ്ത്ര കോൺഗ്രസ് നടന്നത് എവിടെയാണ്? കുട്ടികളുടെ 31ാമത് ദേശീയ ശാസ്ത്ര കോൺഗ്രസ് നടന്നത് എവിടെയാണ്? ഭോപ്പാലാണ് കുട്ടികളുടെ 31ാമത് ദേശീയ ശാസ്ത്ര കോൺഗ്രസ് നടന്നത് എവിടെയാണ്? ഭോപ്പാലിലാണ്.
ഇന്ത്യയിൽ ആദ്യമായി വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ കമ്പനി ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ കമ്പനി എയർ ഇന്ത്യയാണ്. ഇന്ത്യയിൽ ആദ്യമായി വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ കമ്പനി ഏതാണ്? എയർ ഇന്ത്യ. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവലിംഗ് സ്റ്റേഷൻ സ്ഥാപിച്ചത് എവിടെയാണ്? ലഡാക്കിലെ ലേയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവലിംഗ് സ്റ്റേഷൻ സ്ഥാപിച്ചത് എവിടെയാണ്? ലഡാക്കിലെ ലേയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് ഏത് യൂണിവേഴ്സിറ്റിയിലാണ്? OP ജിന്ദാൽ യൂണിവേഴ്സിറ്റി, ഹരിയാനയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് OP ജിന്ദാൽ യൂണിവേഴ്സിറ്റി, ഹരിയാന. 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ആതിഥ്യം വഹിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ആതിഥ്യം വഹിക്കുന്ന സംസ്ഥാനം ഏതാണ്? ബീഹാറാണ്. 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ആതിഥ്യം വഹിക്കുന്ന സംസ്ഥാനം. രോഗാണുക്കളുടെ മരുന്നുകളോടുള്ള പ്രതിരോധത്തെ അതിജീവിക്കാൻ ശേഷിയുള്ളതും ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ചതുമായ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് ഏതാണ്? നാഫ്ത്രോമൈസിൻ. രോഗാണുക്കളുടെ മരുന്നുകളോടുള്ള പ്രതിരോധത്തെ അതിജീവിക്കാൻ ശേഷിയുള്ളതും ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ചതുമായ ആദ്യ ആൻറ്റിബയോട്ടിക് ഏതാണ്? നാഫിത്രോമൈസിൻ. അമേരിക്കയിലെ ഫ്ലോറിഡയിൽ നിന്ന് 2024 നവംബർ 18 വിക്ഷേപിച്ച ഇന്ത്യൻ ഉപഗ്രഹം ഏതാണ്? വിക്ഷേപിച്ച ഇന്ത്യൻ ഉപഗ്രഹം ഏതാണ്? GSAT-20. GSAT-20യുടെ വിക്ഷേപണത്തിന് ഉപയോഗിക്കുന്ന റോക്കറ്റ് ഏതാണ്? സ്പേസ് എക്സ് കമ്പനിയുടെ ഫാൽക്കൺ 9 ആണ്. GSAT-20യുടെ വിക്ഷേപണത്തിന് ഉപയോഗിക്കുന്ന റോക്കറ്റ് ഏതാണ്? സ്പേസ് എക്സ് കമ്പനിയുടെ ഫാൽക്കൺ 9. GSAT-20 ഉപഗ്രഹത്തിന്റെ നിർമ്മാണ ചുമതല വഹിച്ചതും നിയന്ത്രണവും ഏത് സ്ഥാപനത്തിനാണ്? ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. GSAT-20 ഉപഗ്രഹത്തിന്റെ നിർമ്മാണ ചുമതല വഹിച്ചതും നിയന്ത്രണവും ഏത് സ്ഥാപനത്തിനാണ്? ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ഇന്ത്യയിലെ സ്മാർട്ട് സിറ്റീസ് മിഷന് വേണ്ട പിന്തുണ നൽകാനായി വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? വിക്ഷേപിച്ച ഉപഗ്രഹമാണ് GSAT-20. അപൂർവ ഇനം ജന്തുജാലങ്ങളുടെ DNA സംരക്ഷിക്കാനായി ഇന്ത്യയിലെ ആദ്യത്തെ ജെനറ്റിക് ബയോ ബാങ്ക് ആരംഭിച്ചത് എവിടെയാണ്? പത്മജ നായിഡു സുവോളജിക്കൽ പാർക്ക്, ഡാർജിലിംഗ്. അപൂർവ ഇനം ജന്തുജാലങ്ങളുടെ DNA സംരക്ഷിക്കാനായി ഇന്ത്യയിലെ ആദ്യത്തെ ജെനറ്റിക് ബയോ ബാങ്ക് ആരംഭിച്ചത് പത്മജ നായിഡു സുവോളജിക്കൽ പാർക്ക്, ഡാർജിലിംഗ്. പാർലമെന്റിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി നിയമിതനായ കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ അംഗം ആരാണ്? KC വേണുഗോപാലാണ്. പാർലമെന്റിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി നിയമിതനായ കേരളത്തിൽ നിന്നുള്ള ലോക്സഭാംഗം. തദ്ദേശീയ ഇനം പശുക്കൾക്ക് രാജ്യമാതാ ഗോമാതാ പദവി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. രാജ്യമാതാ ഗോമാതാ പദവി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. പശുക്കൾക്ക് ഏത് നേത്രരോഗത്തിൽ നിന്നാണ് ഇന്ത്യ പൂർണ്ണ വിമുക്തി നേടിയതായാണ് 2024 ഒക്ടോബറിൽ ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത്? ട്രെക്കോമ എന്ന് പറയുന്ന നേത്രരോഗത്തിൽ നിന്നാണ് വിമുക്തി നേടിയെന്ന് പ്രഖ്യാപിച്ചത്. വന്ദേ മെട്രോ എന്ന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന റെയിലിന്റെ പുതിയ പേരെന്താണ്? നമോ ഭാരത് റാപ്പിഡ് റെയിൽ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.